ഹലോ മക്കളെ, വളരെ പെട്ടെന്ന് നമുക്കൊരു MCQ ക്വസ്റ്റ്യൻ നോക്കാം. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് നിങ്ങൾ മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതാ ഇങ്ങനെ കറണ്ട് സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ ഇത് I1 I2 കറണ്ട് സെയിം ഡയറക്ഷനിലാണ്. ഇതിൽ ഇപ്പോൾ ഈ കേസിൽ ഞാൻ പറഞ്ഞ കേസിൽ രണ്ട് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ പ്രൂഫോട് കൂടി പഠിച്ചതാണ്. മാഗ്നറ്റിക് ഫോഴ്സ് അട്രാക്റ്റീവാണ്. അതുപോലെ തന്നെ ഇത് കറണ്ട് ഓപ്പോസിറ്റ് ആണെങ്കിൽ നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും റിപ്പൾസീവാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ടും അസേർഷൻ റീസണിലൊക്കെ ഇത് ചോദിക്കാം. ഓക്കെ, സിമ്പിൾ. ബട്ട് ഇതിന് സിമിലറായിട്ട് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കൂ, ലാസ്റ്റ് ഇയർ ചോദിച്ചാണ്. ഇതാ പ്രോട്ടോൺ ബീം ആകുമ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പോസിറ്റീവാണ്, ഇങ്ങനെ പോകുന്നുണ്ട്. അതോടൊപ്പം ഇതിന് പാരലായിട്ട് ഇലക്ട്രോൺ ബീമും ഉണ്ട്. ഇതാ ഇങ്ങനെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്, അതും പാരലായിട്ട് ഇങ്ങനെ പോവുക v വെലോസിറ്റിയിൽ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സാണോ റിപ്പൾസീവ് ഫോഴ്സാണോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മാഗ്നറ്റിക് ഫോഴ്സിനെ പറ്റി നമുക്ക് മൈൻഡിലേക്ക് വരും. അപ്പോൾ കറണ്ട് മുകളിലേക്ക്, നിങ്ങൾക്കറിയാം കറണ്ട് ഈ പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്ന അതേ ഡയറക്ഷനാണ് നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കാറ്. ഇതിന് നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുന്നത് മുകളിലോട്ടാണ്, അപ്പോൾ കറണ്ട് താഴോട്ടേക്ക് I2 കണ്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു I1 I2 രണ്ട് കണ്ടക്ടേഴ്സ് ഓപ്പോസിറ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നു പോലെ. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് റിപ്പൾസീവാണ്, നോ ഡൗട്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫോഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ബട്ട് ഇത് തെറ്റാണ്. ബട്ട് ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് ഇത് പ്രോട്ടോൺ, ഇത് ഇലക്ട്രോൺ. ഇവർ തമ്മിൽ ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അത് കൂളംസ് ലോ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് അട്രാക്റ്റീവാണ്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഡാറ്റയായിട്ട് പഠിച്ചു വെക്കണം. ഇലക്ട്രിക് ഫോഴ്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ മാഗ്നറ്റിക് ഫോഴ്സ്. ദെയർഫോർ ഇവിടെ എന്താവും, നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. യെസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ഇയർ ചോദിച്ചാണ്, മറക്കരുത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് തോന്നും. ഇപ്പോൾ ഇതെന്താ, ഇതിനകത്ത് അങ്ങനെ എടുത്തു. നേരത്തെ നമ്മളിതാ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ടക്ടറിൽ കറണ്ട് മേലോട്ട് പോകുന്നു, കറണ്ട് താഴോട്ട് പോകുന്നു. ഇങ്ങനെ എടുത്തപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് റിപ്പൾസീവാന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്ത്, ഇവർ തമ്മിൽ റിപ്പൾഷൻ ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്തുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് എടുത്തില്ല അറിയണം. ഇത് കണ്ടക്ടറാണ്, ഇതും കണ്ടക്ടറാണ്. കണ്ടക്ടറിൽ നെറ്റ് ചാർജ് എന്താ? 0. ഇതിലും ചാർജില്ല, പിന്നെ ഇലക്ട്രിക് ഫോഴ്സ് ഇല്ല കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, തെറ്റിക്കരുത്. ഓക്കെ, ബൈ.